വെറും 2 മിനിറ്റ് കൊണ്ടുണ്ടാക്കിയ പൂക്കളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് പുറത്തൊന്ന് പോകേണ്ട വന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പൂക്കളവിടീൻ്റെ ഇന്നത്തെ ടൈം ടേബിൾ അങ്ങ് തെറ്റി. അതുകൊണ്ട് തന്നെ പിന്നെ വേഗം ഇട്ടേച്ച് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പൂക്കളം ഇടണമെന്നുള്ള കാര്യത്തിന് എനിക്ക് നിർബന്ധമായിട്ട് ഞാൻ ഇതാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 ദിവസം ഇടണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുടങ്ങാതെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുഴുവൻ അങ്ങ് ഉണങ്ങി കേട്ടോ. ഈ ചെടിക്ക് ഒരു കുഴപ്പമുണ്ട്, ഇതിന് വെള്ളമില്ലാതെ ഒട്ടും പറ്റിയല്ല കേട്ടോ. വേറെ ഏത് ചെടിക്കാണേലും ഒരാഴ്ചയൊക്കെ വെള്ളം കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഈ ചെടിക്ക് നല്ലപോലെ വെള്ളം വേണം. എന്നാൽ വലിയ ശ്രദ്ധയൊന്നും വേണ്ട. മണലി വരെ നട്ടാലും ഇത് നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. പെട്ടെന്ന് നല്ലപോലെ പടർന്നു വരും. അതായത് നമുക്ക് മുറ്റത്ത് നിറച്ച് ചെടികൾ വേണമെന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു ചെടിയാണ് അത്. എന്ത് തട്ടുമുട്ടും പണിയും കൊണ്ട് ഇറങ്ങിയോ അന്നേരം ഈ ഗിനി മക്കളും വന്നിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര ഇണക്കോ കേട്ടോ. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. കാരണം അത്രയും അടുത്ത് നമ്മുടെ അടുത്ത് കൂടെ നടക്കും. അതൊരു പ്രത്യേകതയാണ്. കാരണം പ്രാവിനെയും കൂടി അഴിച്ചു വിടുകയും പിന്നെ പ്രാവിൻ്റെ ചോട്ടിൽ നിന്ന് മാറത്തൂല്ല. അത് വേറെ വിഷയം. അതെനിക്ക് തോന്നുന്നു പ്രാവിൻ്റെ തീറ്റ കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയല്ല, അവർ തമ്മിൽ മൊത്തത്തിൽ ഇവരെല്ലാം തമ്മിൽ ഒരു കമ്പനി ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഇച്ചാപ്പി ആയിട്ടാണെങ്കിലും ഇച്ചാപ്പിയുടെ കൂടെ വിട്ട് കഴിഞ്ഞാൽ പോലും അവനും ഒന്നും ചെയ്യല്ലോ കേട്ടോ. എന്താണെന്നറിയത്തില്ല. അതിപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഇങ്ങനെ പുറകെ നടക്കുന്നതുകൊണ്ട് ഇവനും എനിക്ക് തോന്നുന്ന അറിയാമായിരിക്കും. എന്നാൽ പിന്നെ ഇത് വിട്ടുപോകില്ല, എന്നാൽ പിന്നെ ഇവരോട് കൂട്ടുകൂടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ആയിട്ട് ഇത്രയും അടുപ്പം കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇവരോട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവൻ കാണുന്നുമുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും വേണ്ടില്ല, എനിക്ക് നല്ല കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ എനിക്ക് തന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് അത്ര കാര്യമായിട്ട് നടുക. കാരണം എന്താണെന്നറിയോ, ചില ചെടികൾ നമ്മളിതാ ഇതുപോലെ നട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിനങ്ങ് വളരുന്നില്ല. അപ്പോഴാണ് എന്നോട് പറഞ്ഞു തന്നത് അത് അധികം താഴ്ത്തി നടരുത്. അതായത് ആ വേര് മാത്രം മണ്ണി വെക്കാവുന്ന രീതിയിൽ അങ്ങ് നട്ട് കഴിഞ്ഞാൽ നിറച്ച് വന്നോളൂന്നോ. അവിടെ കണ്ടപ്പോഴാണെങ്കിൽ നിറയെ ചെടി കാണുമ്പോൾ തന്നെ കൊതിയാവും. അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹവും അതുപോലെ ആ ഭാഗം മുഴുവൻ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നടന്നത്. അവസാനം ഈ പരുവത്തിലാക്കിയിടുക നമ്മുടെ പൂക്കൾ.